Bismillahirrahmanirrahim. Innalhamdulillah wassalatu wassalamu ala rasulillah wa ala alihi വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാഷ ആരാധനയല്ല, അതിനാൽ കുത്തുബ ഏത് ഭാഷയിലും പറയാം. എന്നാൽ അതിൻ്റെ ഘടന ആരാധനയുടെ ഭാഗമാണ്. രണ്ട് കുത്തുബകൾ, അവക്കിടയിലെ ഇരുത്തം, കുത്തുബത്തുൽ ഹാജത്ത് തുടങ്ങിയ കാര്യങ്ങൾ ആരാധനയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ സ്ഥിരമായി മാറ്റമില്ലാതെ ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ കുത്തുബകളിൽ പറഞ്ഞ വിഷയങ്ങളും ഉപദേശങ്ങളും ഒരേ വാക്കുകളിൽ നിശ്ചിതമായിരുന്നില്ല. സാഹചര്യമനുസരിച്ച് ഉപദേശങ്ങൾ മാറിയിരുന്നു. അതിനാൽ കുത്തുബയിലെ ഉപദേശത്തിൻ്റെ ഭാഷ ആരാധനയല്ല ആണെങ്കിൽ 3 ചോദ്യങ്ങൾക്ക് കേരള സമസ്ത ഉത്തരം നൽകണം. 1. ഭാഷ തന്നെ ആരാധനയായിരുന്നെങ്കിൽ ഓരോ മുസ്ലിമും അറബി ഭാഷ പഠിക്കേണ്ടി വരില്ലേ? വീട്ടിലും ദൈനംദിന ജീവിതത്തിലും അറബി സംസാരിക്കേണ്ടി വരില്ലേ? 2. അറബി ഭാഷ അറിയാത്ത ഒരു മുസ്ലിം അറബി പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരനാകില്ലേ? 3. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഹൃദയങ്ങളെ വിറപ്പിക്കുകയും കണ്ണുകളെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്നൊരു കുത്തുബ നടത്തി. ഇതിൽ നിന്ന് കുത്തുബ കേൾക്കുന്നവർക്കത് മനസ്സിലാകണമെന്നതാണ് സുന്നത്തിൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമാകുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാകാത്ത അറബിയിൽ മാത്രം കുത്തുബ നടത്തുന്നത് എങ്ങനെ സുന്നത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കും? ഈ 3 ചോദ്യങ്ങൾക്ക് കേരള സമസ്ത ദയവായി മറുപടി നൽകുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.